40-ലധികം അച്ചടിച്ച പേജുകളുള്ള കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പുറത്തു വന്നു. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മാനിഫെസ്റ്റോ. അതിൽ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നോ ജനാധിപത്യ വിരുദ്ധമാണെന്നോ തള്ളിക്കളയേണ്ടതാണെന്നോ BJP ഗവൺമെന്റിനെ മാറ്റി ഒരു ബദൽ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിൽ ഞങ്ങളുടെ പങ്കെന്തായാലും ഈ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് ഇത്രയും വിശദമായിട്ട് പറയാതെ ഒരു വാചകത്തിൽ എഴുതിക്കൂടെ? എഴുതിയിട്ടില്ല. അപ്പൊ BJPയുടെ RSSന്റെ ഭരണഘടനാ വിരുദ്ധമായ അതിക്രമങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാനുള്ള നട്ടല് കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നവും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമാണ് കേരളത്തിൽ. അപ്പൊ നരേന്ദ്രമോദി ഭരണഘടനയ്ക്കെതിരായി നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു കാര്യമാണ് ഈ പൗരത്വ ഭേദഗതി നിയമം. രണ്ടാമത്തെ എന്താണ്? നിയമത്തിന് മുമ്പിൽ തുല്യത എന്ന് പറഞ്ഞിട്ട് വിവാഹമോചനം സംബന്ധിച്ച് ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ഒരു മതത്തിൽപ്പെട്ടവർ വിവാഹമോചനത്തിൽ ഏർപ്പെട്ടാൽ അത് ക്രിമിനൽ കേസ്, ജയിൽ ശിക്ഷ ഉൾപ്പെടെയുണ്ട്. എന്നാൽ മറ്റു സമുദായത്തിൽപ്പെട്ടവർ വിവാഹമോചനം നടത്തിയാൽ എന്താണ്? അത് സിവിൽ കേസാണ്. പൊതു സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് വാദിക്കുന്നവരാണിവർ, RSSും BJPയും. പക്ഷെ ഒരു മതത്തെ ഇവരാണ് കുഴപ്പക്കാർ, ഇവരെ ഒറ്റപ്പെടുത്തണം, ഇവരെ പതുക്കെ പതുക്കെ ഉന്മൂലനം ചെയ്യണം. ഹരിദ്വാറിൽ മത പാർലമെന്റ് ധർമ്മ സംസദ് എന്ന് പറഞ്ഞിട്ട് സമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ത്യയെ ഏകമത രാഷ്ട്രമാക്കാൻ, ഹിന്ദു രാഷ്ട്രമാക്കാൻ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം നിഷ്കാസനം ചെയ്യണം. കൂട്ട വംശഹത്യ നടത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്യാണ് പരസ്യമായി. അത് കണ്ടിട്ടാണ് ഈ ലോകത്ത് യുദ്ധങ്ങൾ തടയാൻ സമാധാന പ്രസ്ഥാനം ഉള്ളതുപോലെ വംശഹത്യകൾ ലോകത്തുണ്ടാകുന്നത് തടയാൻ വേണ്ടി ജനോസൈഡ് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടനയുണ്ട്. ജനോസൈഡ് വാച്ച്. ഗ്രിഗറി സ്റ്റെൻടൺ എന്ന് പറയുന്ന ഒരാൾ, ഒരു പ്രൊഫസർ, അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഈ ഹരിദ്വാറിൽ ധർമ്മ സംസദ് കൂടി, മത പാർലമെന്റ് എന്നാണ് മലയാളം, ധർമ്മ സംസദ് എന്നുള്ള ഹിന്ദിയുടെ പരിഭാഷ. അവിടെ ഏക മതരാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനേക്കുള്ള ചർച്ചകൾ നടക്കുകയും അതിന് തടസ്സം നിൽക്കുന്നവരെല്ലാം നിങ്ങൾ ഓരോരുത്തരും 100 പേരെ വീതം കൈകാര്യം ചെയ്താൽ ഇവരുടെ ശല്യം ഒഴിഞ്ഞു, പിന്നെ ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാം എന്ന് യോഗി, സാധ്വി എന്നൊക്കെ സ്വന്തം പേരിന് മുമ്പിൽ എഴുതി ചേർത്തിട്ടുള്ള ചില പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള കഷായ വസ്ത്രധാരികളായ ആളുകൾ ആഹ്വാനം ചെയ്യാണ്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാം വായിക്കുന്നു. അത്തരം പ്രവർത്തനം നടത്തുന്നതിന് പ്രോത്സാഹനം നൽകാനാണ് ഒരു മതത്തിൽപ്പെട്ടവർക്ക് അവർ 3 രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വരുമ്പോൾ ഒരു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പൗരത്വമില്ല. മുസ്ലിമിൽപ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഒരു മതത്തിൽപ്പെട്ടവർ വിവാഹമോചനം നടത്തിയാൽ അവർക്ക് ക്രിമിനൽ കേസ്, മറ്റു മതത്തിൽപ്പെട്ട വിവാഹമോചനം നടത്തിയാൽ അത് സിവിൽ കേസ്. ഒറ്റനോട്ടത്തിൽ അസംബന്ധമെന്ന് തോന്നുന്നത് ഇവർ ചെയ്തു കൂട്ടുന്നത് നമ്മുടെ നാട്ടിൽ വർഗീയമായ, മതത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതുപയോഗപ്പെടുത്തി 2002 ഗുജറാത്തിൽ കൂട്ടക്കൊല നടത്തിയതുപോലെ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ മണിപ്പൂരിൽ കൂട്ടക്കൊലകൾ നടന്നതുപോലെ, ആരാധനാലയങ്ങൾ ആക്രമിച്ചതുപോലെ ഗുജറാത്തിൽ നടന്നതും മണിപ്പൂരിൽ നടന്നതും മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ നടന്ന ഹോളോകോസ്റ്റ് പോലെ ഗ്യാസ് ചേംബറുകളിൽ പതിനായിരങ്ങളെ കയറ്റി പഴുതില്ലാതെ ജനലും വാതിലും കിളിവാതിലും അടച്ച് വിഷവാതകം കയറ്റി അവരെ കൂട്ടക്കൊല ചെയ്തതുപോലെയാണ് ഹിറ്റ്ലർ ജൂത പ്രശ്നം ജർമ്മനിയിൽ പരിഹരിച്ചത്. അത് നമുക്ക് മാതൃകയാണ് എന്ന് എഴുതി വെച്ച ഗോൾവൾക്കർ, ആ ഗോൾവൾക്കറുടെ അനുയായികൾ ഹിറ്റ്ലർ ചെയ്ത് അതേപോലെയാണോ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തെയും തങ്ങളെ വിമർശിക്കുന്നവരെയും RSS കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. 3 ആഭ്യന്തര ശത്രുക്കളെ അവർ എണ്ണി പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്.
മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ. ഗോൾവൽക്കറുടെ വിചാരധാര എന്ന കൃതിയിൽ RSSന്റെ പദ്ധതി വിശദമായി ചർച്ച ചെയ്യുന്ന കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. 3 ആഭ്യന്തര ശത്രുക്കളാണുള്ളത്. അത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, RSSനെ ആശയപരമായി വിമർശിക്കുന്ന സ്വതന്ത്ര ചിന്തകരാരോ അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെന്ന് മുദ്രയടിച്ച് അവർ കൊലപ്പെടുത്തും. സംഘപരിവാർ കർണാടകയിലെ തകഴി ശിവശങ്കരപിള്ളയെ അവർ കൊന്നു. കർണാടകയിലെ തകഴി ശിവശങ്കരപിള്ളയെ അവർ കൊന്നു എന്ന് പറയുമ്പോൾ VP വാസുദേവൻ അത് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും, എന്നാൽ വിശദീകരിക്കേണ്ടതാണ്. കാര്യം തകഴി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സ്ഥലപ്പേരല്ല, അല്ലേ? നമ്മുടെ പ്രിയ സാഹിത്യകാരന്റെ പേരാണ് തകഴി, അതിന്റെ സ്ഥലവുമുണ്ട്. കർണാടകയിൽ അതിന് സമാനമായ ഒരു പേര് ഖൽബുർഗി എന്നുള്ളതാണ്. ഡോക്ടർ ഖൽബുർഗി കന്നഡ സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ. അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേരാണ്, അദ്ദേഹത്തിന്റെയും പേരാണ്. ആ ഖൽബുർഗിയെ കൊന്നുകളഞ്ഞു സംഘപരിവാറിന്റെ ആളുകൾ. നമ്മുടെ നാട്ടിൽ തകഴി ശിവശങ്കരപിള്ളയോ എസ്കേപ്പ് ടെക്കാടോ സ്വതന്ത്ര ചിന്ത തന്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ചതിന്റെ പേരിൽ കൊലയപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കർണാടകയിൽ സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ ഭയാനകമായ ഒരു അവസ്ഥ, ഭയാനകമായ ഒരു ഭാവി നരേന്ദ്രമോദിക്ക് ഒരു 3-ാം ഊഴം ലഭിച്ചാൽ, RSS നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് ഡൽഹിയിൽ വീണ്ടും വന്നാൽ നമ്മുടെ രാജ്യം അവിടേക്ക് ചെല്ലും. അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. എന്നാൽ ഇപ്പൊ നരേന്ദ്രമോദി ചെയ്തതെല്ലാം കൂടുതൽ ആസൂത്രിതമായും സംഘടിതമായും മോഡിക്ക് വീണ്ടും ഇന്ത്യ ഭരിക്കാൻ ഒരു 3-ാം ഊഴം ഉണ്ടായാൽ സംഭവിക്കും എന്നത് സാമാന്യനെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല, ഭരണഘടന അംഗീകരിക്കുന്നില്ല. സുപ്രീം കോടതി കൃത്യമായി നൽകുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം, അത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുത്തു. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫയൽ നീക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം. അതിന് പകരം പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സംവിധാനം വരണം എന്നാണ് പറഞ്ഞത് സുപ്രീം കോടതി. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സംവിധാനത്തിൽ 3 അംഗങ്ങൾ ഉണ്ടാകണം, പ്രധാനമന്ത്രി ഉൾപ്പെടെ. ഒന്ന്, പ്രതിപക്ഷത്ത് നിന്നൊരു പ്രതിനിധി, പ്രതിപക്ഷ നേതാവ്, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്. ഇപ്പോ ഇത്തവണയും ഇതിനു മുമ്പത്തെ പാർലമെന്റിലൊന്നും പ്രതിപക്ഷ നേതാവില്ല. കാര്യം ആകെ അംഗങ്ങളുടെ 543 അംഗങ്ങളാണ്. അതിന്റെ 10% അംഗബലമുള്ള പ്രതിപക്ഷ പാർട്ടി ഉണ്ടെങ്കിൽ ഔപചാരിക പ്രതിപക്ഷ പാർട്ടി നേതാവ് എന്നുള്ളത് കിട്ടുകയുള്ളൂ. അപ്പോൾ കോൺഗ്രസിന് ഇപ്പൊ 50 താഴെയാണ് ഉള്ളത്. 54 55 ഉണ്ടാവണം. 10% എന്ന് പറയുമ്പോൾ 54 പിന്നെയുണ്ട്, 543 ആണ്. അപ്പൊ 54+1 വേണ്ടി വരുന്നത് അതിനോട്. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടിയുടെ പ്രതിനിധിയോ 2. മൂന്നാമതായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം പ്രധാനമന്ത്രിയും പ്രതിപക്ഷ പ്രതിനിധിയും തമ്മിൽ തെരഞ്ഞെടുക്കേണ്ട ആളുകളെ കുറിച്ച് എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായം വന്നാൽ അതിന്റെ ന്യായാന്യായതകൾ പറയാൻ മൂന്നാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ അദ്ദേഹത്തിന് 2 കൂട്ടരോടും പറയാം, ഈ പേരിന്റെ പേരിൽ നിങ്ങൾ തർക്കം ഉന്നയിച്ചത് ശരിയല്ലെന്ന് പ്രതിപക്ഷത്തോട് പറയാം. നിങ്ങൾ തർക്കം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി പറഞ്ഞ പേരിന് വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഉൾപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ്, ബയോഡേറ്റ, ആന്റിസിഡൻസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു റെക്കോർഡ് എല്ലാവർക്കും വിതരണം ചെയ്യും ഈ മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക്, നിർദ്ദേശങ്ങളുടെ. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ വളരെ അടിസ്ഥാനമുള്ളതാണെന്ന് കണ്ടാൽ ചീഫ് ജസ്റ്റിസിന് പറയാം, ഈ സമിതിയുടെ അംഗമായിരിക്കുന്ന ചീഫ് ജസ്റ്റിസിന് പറയാം, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ കുറച്ച് കഴമ്പുള്ളതാണെന്ന് തോന്നുന്നു. എന്തിനാണ് നമ്മൾ അങ്ങനെ വിവാദമുള്ള ഒരാളെ എടുക്കുന്നത്? അങ്ങ് വേറൊരാളുടെ പേര് പറയൂ. അങ്ങനെയാണ് തീരുമാനം എടുക്കാൻ പറ്റുക, അല്ലേ? അതുകൊണ്ടാണ് സുപ്രീം കോടതി 3 പേര് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രാധാന്യമുണ്ട്. ഗാന്ധിവധ കേസിലെ പ്രതിയായ സവർക്കറുടെ ശിഷ്യനാണ് ഞാൻ എന്ന് നാണമില്ലാതെ പറയുന്ന ആളാണെങ്കിലും പ്രധാനമന്ത്രിയുടെ വില കൊടുക്കേണ്ടി വരും ഒരു യോഗത്തിന് വന്നിരിക്കുമ്പോൾ.
അതാണ് നമ്മുടെ സമ്പ്രദായം. അപ്പൊ സുപ്രീം കോടതി കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഗവൺമെന്റിന്റെ, നിങ്ങളൊരു നിയമം കൊണ്ടുവന്ന് ഇത്തരത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കൂ, 3 അംഗ കമ്മിറ്റി. എന്താ നരേന്ദ്രമോദി ചെയ്തത്? സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തെ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ട് അദ്ദേഹം പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് ഒരു നിയമം പാസാക്കി. ആ നിയമം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. സുപ്രീം കോടതി പറഞ്ഞ 2 നിർദ്ദേശം പ്രധാനമന്ത്രി ഈ പാർലമെന്റ് നിയമത്തിൽ ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി ചെയർമാനായിരിക്കും, പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ ഉണ്ടാവും, അത് സംബന്ധിച്ചു. പക്ഷെ ചീഫ് ജസ്റ്റിസിനെ അങ്ങ് വെട്ടി. ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേണ്ട, അയോഗ്യൻ. തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ അയോഗ്യപ്പയൽ വേണ്ട. പിന്നെ ആരാ? സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രി. അതിന്റെ ഫലം എന്താ? പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് ഒരു അംഗവും ഒരു 3 അംഗ സമിതിയിൽ വരുമ്പോൾ അതിന് 3-ൽ 2 ഭൂരിപക്ഷമായി. പിന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ മീറ്റിംഗ് ചെയ്യുന്നിട്ട് എന്താ കാര്യം? പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാള് ഈ മീറ്റിംഗിന് എന്നാൽ ഒരു കാര്യമില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ 5 മിനിറ്റ് യോഗം ഉണ്ടാവുമല്ലോ. അതിനിടയ്ക്ക് ചായയോ ബിസ്ക്കറ്റോ ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പോരാ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധി. അതല്ലാതെ പറഞ്ഞ കാര്യമില്ല. ഇതാണ് ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സുപ്രീം കോടതി വെക്കുന്ന വളരെ യുക്തിഭദ്രമായ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? വിശദാംശങ്ങളിലേക്ക് പോകാതെ ഞാൻ പറയാം. ഡൽഹിയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, ഡൽഹിയിൽ യൂണിയൻ ഗവൺമെന്റ് ഉള്ളതിന് പുറമെ ഡൽഹി ക്യാപിറ്റൽ ടെറിട്ടറിക്ക് ഒരു നിയമസഭയുണ്ട്, അതിന് മുഖ്യമന്ത്രിയുണ്ട്. ഇവിടെ ഗവർണർ ഉള്ളതുപോലെ ഡൽഹി ആയതുകൊണ്ട് യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടെങ്കിലും യൂണിയൻ ടെറിട്ടറി കൂടാണ്. ലെഫ്റ്റനന്റ് ഗവർണറുണ്ട്. ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റും നിയമസഭയും ഒക്കെ ഉണ്ടെങ്കിലും ഡൽഹിയിലെ പോലീസ് എന്ന് പറയുന്നത് അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ്. ഡൽഹി പോലീസ് എന്ന് കേൾക്കുമ്പോൾ കേജ്രിവാളിന്റെ പോലീസാണെന്ന് ധരിക്കരുത്, അമിത്ഷായുടെ പോലീസാണ്. ഡൽഹിയിലെ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥതയും ഡൽഹി ഭൂമിയുടെ മേൽ എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരവും ഡൽഹി ഗവൺമെന്റിനല്ല, യൂണിയൻ ഗവൺമെന്റിനാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, സോഷ്യൽ വെൽഫെയർ, ഇതൊക്കെ മാത്രമേ ഡൽഹി ഗവൺമെന്റ് നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഡൽഹി കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് നിയോഗിക്കുന്ന ലെഫ്റ്റനന്റ് ഗവർണറിലൂടെ ഡൽഹി മുഖ്യമന്ത്രിക്കോ ഡൽഹിയിലെ മന്ത്രിമാർക്കോ അവരുടെ മറ്റു വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മേലും അധികാരം പ്രയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പൊ മന്ത്രിമാരിങ്ങനെ വെറുതെ ഇരിക്കുക. ഭരണമെല്ലാം ലെഫ്റ്റനന്റ് ഗവർണർ, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി. അത് ചെയ്യാനാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നോക്കുന്നത്, അല്ലേ? അന്വേഷണ കമ്മീഷനെയൊക്കെ ഗവർണർ തീരുമാനിക്കുകയാണ് കേരളത്തിൽ. ശുദ്ധ അസംബന്ധം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്ന കോപ്രായങ്ങളുടെ ഒരു 10 ഇരട്ടി കോപ്രായങ്ങൾ ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണർ കാണിക്കാൻ തുടങ്ങി. ഡൽഹി ഗവൺമെന്റ്, കേജ്രിവാളിന്റെ ഗവൺമെന്റ് പറഞ്ഞു, സുപ്രീം കോടതിയിൽ അവർ കേസുമായിട്ട് പോയി, ഞങ്ങളുടെ ഗവൺമെന്റിന് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ വയ്യ. പോലീസ് കേന്ദ്രത്തിന്റെ കയ്യിലാണ്, അമിത്ഷായുടെ കയ്യിലാണ്. ഭൂമി പിന്നെ യൂണിയൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. പക്ഷെ ബാക്കി വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദ്യുച്ഛക്തി വകുപ്പ്, ഇതെല്ലാം ലെഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ച് കേന്ദ്രം ഭരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കേസ് കേട്ടു. കേസ് കേട്ടിട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞു, പോലീസും ഭൂമിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ. ഡൽഹി സംസ്ഥാന ഗവൺമെന്റിന് അധികാരമുള്ള മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡൽഹി സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ഒറ്റടക്കത്തിലും വേണം പ്രവർത്തിക്കാൻ എന്നവർ പറഞ്ഞു. അപ്പോൾ അതിനെ അസാധുവാക്കുന്ന നിയമം നരേന്ദ്രമോദി പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസാക്കി. അപ്പോൾ ഭരണഘടനയെ മാനിക്കാത്ത, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ മാനിക്കാത്ത ഒരു നിയമവിരുദ്ധ ഭരണമാണ് നരേന്ദ്രമോദി നടത്തിയത്. അതുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരെയും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കിയാലേ കഴിയുകയുള്ളൂ ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ. ഈ ചുമതലകൾ നിർവഹിക്കാൻ UDF-ന്റെ MP-മാരെ ഇവിടെ തെരഞ്ഞെടുത്താൽ കഴിയുമോ? ഇപ്പോ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒന്നും മിണ്ടുന്നില്ല എന്നതിൽ നിന്ന് തന്നെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ പേടിയാണ്. BJP പേടി, അതാണ് കോൺഗ്രസിന്റെ മുമ്പിലുള്ള പ്രശ്നം. ഇത് മാത്രമാണോ? നമ്മൾ കണ്ടില്ലേ, കോൺഗ്രസിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖമായ ശ്രീമാൻ രാഹുൽ ഗാന്ധി
അദ്ദേഹം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ മണ്ഡലം, അതിലെ 2 മണ്ഡലങ്ങൾ മലപ്പുറത്താണ്, 3 മണ്ഡലങ്ങൾ. അവിടെ പ്രധാനമായും മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ മുസ്ലിം ലീഗിന്റെ കൊടി കൊണ്ടുവരണ്ടെന്ന് അവരോട് പറയുകയാണ്. അപ്പൊ മുസ്ലിം ലീഗുകാർ ചോദിച്ചു, ഞങ്ങളുടെ കൊടി കൊണ്ടുവരാതിരിക്കാം, അപ്പൊ കോൺഗ്രസിന്റെ കൊടി ഉണ്ടാവുമല്ലോ, അവര് ഞങ്ങളുടെ കൊടി മാത്രം വരാതിരുന്നാൽ അതൊരു വിവാദമാവില്ലേ? അല്ല, വിവാദം ഒഴിവാക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ കൊടിയും കൊണ്ടുവരുന്നില്ല. രാഹുൽ ഗാന്ധി പറയുകയാണ്, കോൺഗ്രസ് പറയുകയാണ്. കൊടി, പതാക എന്ന് പറയുന്നത്, നമ്മൾ പതാക വാഹകരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പം തന്റെ താൽക്കാലികമായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന ഈ കൊടി മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും സി കെ ഗോവിന്ദൻ നായരും EMS ഉം AKG ഒക്കെ പിടിച്ചിട്ടുള്ള കൊടിയാണ്. EMS ഉം AKG ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിലുണ്ടായിരുന്നു, പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അപ്പോഴും അവർ പിടിച്ചിരുന്ന കൊടിയാണ്. ആ കൊടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പൊരുതുമ്പോൾ ഉയർത്തിപ്പിടിച്ച കൊടിയാണ് കോൺഗ്രസിന്റെ കൊടി. അന്ന് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും എല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പ്രസ്ഥാനം എന്ന പൊതു കാഴ്ചപ്പാടിൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പിടിച്ചിരുന്ന കൊടി. കോഴിക്കോട് കടപ്പുറത്ത് ആ കൊടി പിടിച്ച് ഉപ്പുറുക്കാൻ പോയ P. കൃഷ്ണപിള്ളയെ ആ കൊടി താഴെയിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പോലീസുകാർ അടിച്ച് തലപൊട്ടിച്ച് മേലാസകലം രക്തമൊഴുകുമ്പോഴും P. കൃഷ്ണപിള്ള താഴെയിടാതെ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന്റെ പതാക ഇപ്പോൾ രാഹുൽ ഗാന്ധി വേണ്ടെന്ന് വെക്കുകയാണ്. രാഹുൽ ഗാന്ധി വേണ്ടെന്ന് വെക്കുമ്പോൾ, രാഹുൽ ഗാന്ധി കോൺഗ്രസ് പതാക വേണ്ടെന്ന് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായ തീരുമാനമാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ പതാകയും വേണ്ടെന്ന് വെക്കുന്നത്. അപ്പൊ പതാക ഉപേക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ ചില നിലപാടുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ആ നിലപാട് ഉപേക്ഷിക്കുന്നു. അതാണ് CAA ബന്ധപ്പെട്ട്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നിശബ്ദത പാലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ ജയിച്ചു. അതിൽ ഒരാൾ UDF വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നു, തോമസ് ചാഴിക്കാടൻ, കോട്ടയത്തെ MP. 18 പേരാണ് UDFന്റെ MPമാരായിട്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരവരുടെ രാഷ്ട്രീയ നിലപാടെടുക്കും പാർലമെന്റ് സമ്മേളനങ്ങളിൽ. പക്ഷെ നമ്മുടെ നാടിന്റെ എന്തെങ്കിലും വികസന പ്രശ്നങ്ങൾ ഇവർ പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ഇവിടെ നിന്നുള്ള ശ്രീ E.T. മുഹമ്മദ് ബഷീർ, അദ്ദേഹം നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയോ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയസമീപനങ്ങൾ വിമർശിക്കുകയോ ചെയ്യാൻ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തേണ്ട, ഒരു പൊളിറ്റിക്കൽ ഓഡിറ്റിംഗ് നടത്തേണ്ട സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വിനയപൂർവ്വം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ കേരളത്തോട് കാണിച്ച വളരെ ക്രൂരമായ സമീപനമുണ്ട്. BJPക്ക് കേരളത്തിൽ പച്ച തൊടാൻ കേരള ജനത സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് അസംബ്ലിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അത് UDFന്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള സഹായം കൊണ്ടാണ് നേമത്ത് നിന്ന് BJP ജയിച്ചതെന്നുള്ളത് അവിടുത്തെ വോട്ടിംഗ് കണക്കുകൾ നോക്കിയാൽ ആർക്കും മനസ്സിലാവും. കേരളവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു, ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ആ നിയമ സീറ്റിൽ നിന്ന് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് സഖാവ് V. ശിവൻകുട്ടിയാണ്, LDFന്റെ CPIMന്റെ നേതാവ്. അപ്പൊ ഞങ്ങളെ കേരളം പച്ചൊടിക്കുന്നില്ല എന്നുള്ളതിന്റെ വൈരാഗ്യത്തോടുകൂടി കേരളത്തിന് അവകാശപ്പെട്ട അനുമതികളും ഗ്രാന്റുകളും സാമ്പത്തിക സഹായങ്ങളും അത് കേന്ദ്രം നിഷേധിക്കുകയാണ്. ഇവിടെ ചെറിയൊരു സാമ്പത്തിക ശാസ്ത്ര കണക്ക് ധനകാര്യ കണക്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നികുതി പിരിച്ചെടുക്കുന്നതിന്റെ 62% കേന്ദ്രത്തിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ അത് വീതം വെക്കാൻ വേണ്ടി വേണം എന്ന് ഭരണഘടന തന്നെ അനുശാസിക്കുന്നത്. നികുതിയുടെ 62%
യൂണിയൻ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോകുമ്പോൾ നികുതിയുടെ 38% സംസ്ഥാന ഗവൺമെന്റുകളുടെ കയ്യിലേക്ക് വരുന്നത്. എന്നാൽ രാജ്യത്ത് നടക്കുന്ന ചെലവിന്റെ 62% നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. ഗവൺമെന്റ് നടത്തുന്ന സാമ്പത്തിക ചെലവിന്റെ 38% മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് നിർവഹിക്കുന്നത്. അവിടെയാണ് വരുമാനത്തിന്റെ നികുതിയുടെ 62% ചെന്ന് ചേരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കണക്കാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ കയ്യിലുള്ള അതിഭീമമായ വരുമാനം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കണം എന്ന് ഭരണഘടന തന്നെ പറയുന്നത്. അത് ഏത് അനുപാതത്തിൽ വേണം വീതം വെക്കാൻ എന്ന് തീരുമാനിക്കാനാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രസക്തമായ വകുപ്പുകൾ അനുസരിച്ച് ഒരു ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ആ ധനകാര്യ കമ്മീഷൻ വീതം വെച്ച് പോന്നിട്ടുള്ള തുകയിൽ കേരളത്തിന് മുമ്പ് 3.8% വരെ കിട്ടിയിരുന്നെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞ് ആ 3.8% എന്നുള്ളത് നേരെ പകുതിയായി 1.9% ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല, അത് പിടിപ്പുകേടുകൊണ്ട് ആണ് കേരളത്തിന് ഈ പ്രശ്നം എന്ന് വിശദീകരിക്കുന്നവർക്ക് മറുപടി നൽകാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ CNDG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതിനൊക്കെ പറയണ്ട, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കണക്കും നോക്കുന്ന ആളാണ്, വലിയ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. അവർ പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞത്? കേരളത്തിന്റെ ധനകാര്യസ്ഥിതിയെ കുറിച്ച് പറഞ്ഞത്, അവർ പരിശോധിച്ച കേരളത്തിന്റെ ഏറ്റവും അവസാനത്തെ സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ നോക്കിയപ്പോൾ കേരളം സമാഹരിച്ച തനത് വരുമാനം, കേരളത്തിലെ തനത് വരുമാനം തൊട്ട് മുമ്പത്തെ വർഷത്തെ കേരളത്തിലെ തന്നെ സ്ഥിതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 30,000 കോടി രൂപ അധികം കേരളം തനത് വരുമാനം സമാഹരിച്ചു എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കപ്പിള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞത്. അതുകൊണ്ടാണ് കേന്ദ്രം ഇട്ട് ഞെരുക്കിയിട്ടും കേരളത്തിന്റെ ആവശ്യങ്ങൾ ഇന്നത്തെ പത്രത്തിലുണ്ട്. അതുപോലെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ അനുവദിച്ച തുക പ്രവർത്തനങ്ങൾ നടത്താൻ, കേന്ദ്രത്തിന്റെ ഞെരിക്കലിന്റെ ഭാഗമായി ചില മാസങ്ങൾ പെൻഷൻ കൊടുക്കാൻ കഴിയാതെ പോയി. ആ പെൻഷൻ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ നന്മയുടെ പ്രതീകമാണ്. തൊട്ടുകൂടായ്മ ഈ സമൂഹത്തിൽ നിലനിന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ AKGയും EMSഉം P കൃഷ്ണപിള്ളയും കേളപ്പനും അങ്ങനെ വലിയൊരു നിര വന്നതിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെല്ലാം എല്ലാതരം അനീതികൾക്കും എതിരായിട്ട് പോരാടിയവരാണ്. മതസൗഹാർദ്ദത്തിന്റെ പ്രതിനിധികളാണ്, വിയർപ്പൊഴുക്കുന്നവരുടെ പ്രതിനിധികളാണ്. ഈ മേഖലയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. മാപ്പിള ലഹള എന്നൊക്കെ ചിലർ വിളിക്കുന്ന, എന്നാൽ മലബാർ കലാപം, മലബാർ സമരം എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിലുണ്ട്, ഭൂപ്രഭുത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിലുണ്ട്. എന്നാൽ ഭൂപ്രഭുക്കന്മാർ കൂടുതലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരും ആ ഭൂപ്രഭുക്കളുടെ ചൂഷണത്തിന് ഇരയായിരുന്നവർ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നത് കൊണ്ട് മതപരമായ സംഘർഷത്തിന്റെ ചില സ്വഭാവങ്ങളും ചില സന്ദർഭങ്ങളിൽ ആ സമരത്തിനിടയിൽ ഉണ്ടായതിൽ കൂടുതൽ ആരോപിക്കപ്പെട്ടു. ഇതൊക്കെ 1921 സമരത്തിന്റെ ഓർമ്മകളാണ്. അതിനെക്കുറിച്ച് ആഹ്വാനവും താക്കീതും എന്ന ഉജ്ജ്വലമായ സംക്ഷിപ്തമായ ഒരു വിലയിരുത്തൽ EMS നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കണം. ഞാനിത് പറയാൻ കാരണം ആ സംഭവത്തിന് ശേഷം മുസ്ലിം സമുദായത്തോട് കാണിച്ചിട്ടുള്ള ഹീനമായ വിവേചനം നമുക്ക് മറക്കാൻ പറ്റൂ. അത് 1921 മുതൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടർന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും അതിന് മാറ്റമുണ്ടായില്ല. മദ്രാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശങ്ങൾ. പോലീസിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ല, ഉദ്യോഗത്തിൽ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരെയും എടുത്തിട്ടില്ല. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരണം മദ്രാശിയിൽ വന്നിട്ടും അതിൽ മാറ്റം വന്നില്ല. ഒരു മുസ്ലിം പള്ളിയുടെ ഓടിളകി വീണാൽ, മതിലിടിഞ്ഞു പോയാൽ അത് നന്നാക്കാൻ അനുമതിയില്ല. ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം പള്ളി, പുതിയ പള്ളി ഉണ്ടാക്കാൻ പറ്റില്ലെന്നുള്ളത് പോട്ടെ, പഴയ പള്ളിക്ക് കേടുപാടുണ്ടായാൽ നന്നാക്കാൻ പറ്റുമായിരുന്നില്ല. മദ്രാശിയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റ്, രാജാജി ഗവൺമെന്റ് വന്നിട്ടും ആ ഗവൺമെന്റ് പോലും ഈ വിലക്ക് നീക്കിയില്ല. ഓർമ്മയുണ്ടോ? ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടി 10 വർഷം കഴിഞ്ഞ്
1957 EMS ഗവൺമെന്റ് വന്നപ്പോഴാണ് ഈ ഹീനമായ വർഗീയ വിവേചനം ഈ നാട് എത്രയോ നാൾ അനുഭവിച്ച് സങ്കടപ്പെട്ട വർഗീയ വിവേചനം അതിന് അന്ത്യം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം, എല്ലാ മതങ്ങളിലും പെട്ടവർ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം. മതവിശ്വാസത്തിനെതിരാണ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് ചേരുന്നതിനുള്ള ശുദ്ധ നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. സഹ ജീവിതം അറിയുള്ളൂ. എനിക്ക് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്ന സഹ ബിച്ചു ബാബ. അത് മാത്രമല്ല, മുതലാളിമാരുടെ ചൂഷണത്തിനിരയായിരുന്ന തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചു. കെ ദാമോദരന്റെ EMSന്റെ ഒക്കെ നേതൃത്വത്തിൽ പൊന്നാനി. അന്ന് ഉയർന്നിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: ജോലി വിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തോൻ, കൊല്ലാക്കൊലയെ എതിർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ആ തൊഴിലാളികൾ ഭൂരിപക്ഷവും മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരുന്നപ്പോൾ അവരുയർത്തിയ മുദ്രാവാക്യം കെ ദാമോദരനും EMS എല്ലാം കൂടെ ചേർന്ന് എഴുതിയ മുദ്രാവാക്യമാണ്. നബിയുടെ വചനം, തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവരുടെ കൂലി കൊടുത്തിരിക്കണമെന്ന് നബിയുടെ വചനം. ആ വചനം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായി ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. നരേന്ദ്രമോദി ഭരണം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും മനുഷ്യവിരുദ്ധവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്, കൃഷിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും എന്ന് കപട വാഗ്ദാനം കൊടുത്തിട്ട് നരേന്ദ്രമോദി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിൽ 30 കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ സാമ്പത്തിക നയങ്ങൾ പൊളിച്ചെഴുതാൻ ഇടതുപക്ഷത്തിന് മാത്രമേ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇടപെടാൻ കഴിയുകയുള്ളൂ. അതിന് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം മറ്റൊന്നത്തേക്കാൾ കൂടുതൽ ഉയരണം. അതിന് ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി യുവ നേതാവ് സഖാവ് വസീഫിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്നവരുടെ എല്ലാ വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ രേഖപ്പെടുത്തും എന്ന് ഉറപ്പാക്കിക്കൊണ്ടും, മുമ്പ് സഖാവ് TK ഹംസ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ ഈ അവസരവാദ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തു നിന്നും, മണ്ഡലത്തിന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ ഈ പ്രദേശത്തു നിന്നും, ഈ ജില്ലയിൽ നിന്നും പാർലമെന്റിലേക്ക് പോയതുപോലെ സഖാവ് TK ഹംസ എന്ന കാരണവരുടെ പിന്മുറക്കാരനായി സഖാവ് വസീഫിനെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയും. അത് നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.